അപ്പൊ അപ്പീൽ കൊടുക്ക, ഹലോ, കൊടുക്കാം. ഹലോ, പറഞ്ഞു കേക്കാവോ? മാഷ്. പറഞ്ഞു ഒരു മാഷ്. മിനിറ്റ് നല്ലതാവട്ടെ. എടാ ലിയന്നയുടെ കുച്ചിപ്പുടി ഒന്ന് സെറ്റ് ചെയ്യണേ. ആ പൂ ഒന്ന് അഴിച്ചിട്ട്. ഇവക്ക് പൂ വെച്ചില്ലേ സുധി? ഇവക്ക് പൂ വെച്ചില്ലായിരുന്നോ? കഴിഞ്ഞെങ്കിലോ ഇവിടെ ലാസ്റ്റ് ആയെങ്കിലോ. ഹലോ, അരുണിമയ്ക്ക് പിന്നെ പേടിയോ കുഴപ്പമോ എന്തെങ്കിലും ഉണ്ടോ? പേടിയൊന്നുമില്ല. ഒത്തിരി പിടുത്തമുണ്ടോ? എനിക്കതാ പേടി. അല്ല, അങ്ങനെ നമ്മൾ അറിയണ്ട. നമ്മൾ നമ്മുടെ കാര്യം പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മുടെ കുട്ടികൾ നല്ലതായതുകൊണ്ട്. അല്ലെങ്കിൽ പിന്നെ ഞാൻ ചോദിക്കണേക്ക് അരുണിമേനെ ഒഴിവാക്കാൻ നിർത്താ. പേടിയൊന്നുമില്ല. ഒത്തിരി പിടുത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ രാവിലെ ഭരതനാട്യം സ്റ്റേജിന്റെ പോരായ്മ കൊണ്ട് കൊച്ചു കൈകുട്ടി. എന്നിട്ട് പോലും നമ്മുടെ കൊച്ചിനെ ഫസ്റ്റ് ടീച്ചേഴ്സ് പറയുന്നത് ഞങ്ങൾ എങ്ങനെയാ കൊച്ചിനെ തട്ടിക്കളയാൻ പറ്റും എന്ന് ചോദിക്കുന്നത്. അത്രയും മനോഹരമായിട്ട് ആ പിള്ളേര് 4 പിള്ളേര് സ്റ്റേജിൽ തെന്നിയിട്ടുണ്ട്. സ്റ്റേജിന്റെ കുഴപ്പം കൊണ്ട് ഞങ്ങൾ എങ്ങനെ പറ്റുന്നെന്ന് പറഞ്ഞു. എന്റെ പിള്ളേര് തന്നെ ഇവിടുന്ന് എല്ലാം കയറി പോകുന്നു. അല്ലെങ്കിൽ പിന്നെ ഞാൻ ജോലി ഇങ്ങനെ ആക്കാം പേടിയാണെങ്കിൽ. ഇല്ല, പേടിയൊന്നുമില്ല. അപ്പൊ ഇറങ്ങി അവിടുന്ന്. ഞാൻ തന്നെ ഇറങ്ങും, വൈകുന്നേരം ഇറങ്ങും. പുറകിൽ അവര് ഇരുത്തരുത്, കളിക്കുന്ന പിള്ളേരല്ല. പോയിട്ടൊന്ന് വരാൻ കളിക്കാനുള്ളവർ ആദ്യം കയറട്ടെ. നിങ്ങൾ കയറ്, സീറ്റ് ഒന്ന് കറക്റ്റ് ആക്ക. ഒരു മിനിറ്റ്, സീറ്റ് കറക്റ്റ് ആക്ക. കേക്കാവോ? കേക്കാം. പോയിട്ടൊന്നുകൂടി വരാം. എനിക്ക് ആദ്യം സുധി കയറ്. ഞാൻ പറഞ്ഞ എന്നാന്നറിയാവോ? എടി പെൻഡ്രൈവ് കാര്യം എന്ത്? നീ കയറ ജീവ. അവരെന്താ അവിടെ നിന്നാ എടുക്കണ? പിന്നെ ഇവിടെ നിന്നാണ് എടുക്കേണ്ടത്. ഫോം മേടിച്ചോണ്ട് വാ അങ്ങോട്ടെ. കേക്കാവോ? സ്റ്റേജിന്റെ പ്രശ്നമായതുകൊണ്ട് ഈ വേദിയിൽ നിന്ന് വേറെ വേദിയിലേക്ക് പരിപാടി മാറ്റി. മനസ്സിലായോ? അങ്ങനെ എന്തെങ്കിലും പേടിയോ ഭയമോ ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോഴെങ്കിലും ഒഴിവായിക്കോന്നാ ഞാൻ പറയുന്നത്. ഇല്ല, പേടിയും ഭയമൊന്നുമില്ല. എന്റെ ഗ്രൂപ്പ് കഴിഞ്ഞ വർഷം സ്റ്റേറ്റിൽ 3rd വന്ന ഗ്രൂപ്പ്. ആ പിള്ളേർ തന്നെ ഉള്ളത്. ഒന്ന് UP ഗ്രൂപ്പ് നല്ലതാ. അതിനകത്ത് ഒരു എക്സ്ക്യൂസ് എന്ന് പറയാൻ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും തന്നെ ഇല്ല. നമ്മളൊരു കാര്യം പറഞ്ഞ് നമ്മുടെ കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ഒരു മാർക്ക് ഉള്ള ഒരു ഇത് വരും. ചിലപ്പോൾ വേറൊരു കൊച്ചു നല്ലപോലെ ചെയ്യും. എന്നാൽ നമ്മുടെ കൊച്ച് ഇച്ചിരി താന്ന് വന്നെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനെ പിടിക്കുന്നെന്നുള്ള കാര്യം അറിയുന്നതൊക്കെ അറിയാമല്ലോ. നമ്മൾ സൂപ്പറായിട്ട് കളിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങളെ നിർത്തി ഇത് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. 100% കളിക്കുന്നുണ്ടെങ്കിൽ. അപ്പൊ ചെറിയൊരു വിട്ടുവീഴ്ച വരുമ്പോ ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ അതിന്റെ ഇത് വന്ന് പെറ്റി വന്ന് നീ കൊടുത്തോണം. ഞാൻ പറഞ്ഞേക്കാം. കേട്ടോ ഞാൻ പറഞ്ഞത്? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അങ്ങനെ ഒരു ടോക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നിലവിലും നമ്മുടെ ഇവിടെ കിടക്കുന്ന ആളാണ്. ജോലിനെ നമ്മൾ വെറുതെ കുത്തിക്കയറ്റിയപ്പോ അവിടെ കമ്മിറ്റിയിൽ ഭയങ്കര ഇത്. പിന്നെ ഇവിടെ നിന്ന് ഒരു ഓഫീസിൽ നിന്ന് ആരും നിങ്ങളെ വിളിച്ച ഒരു കാര്യം പറയത്തില്ല. മനസ്സിലായോ? അവര് വേണമെങ്കിലും വേണമെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കിക്കോ. ഇവിടുന്ന് ആരെങ്കിലും ഈ ഇരുന്ന സനോജ് അവര് വേണമെങ്കിൽ വിളിച്ചു ചോദിച്ചു നിങ്ങൾ ഇവിടുന്ന് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെന്ന്. എല്ലാം നമ്മൾ തന്നെ ചെയ്തു. പിന്നെ എന്തിനാ നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത്? ആവശ്യമുള്ള കാര്യങ്ങൾ അന്വേഷിച്ചാൽ മതിയല്ലോ. അതാണ് ഞാൻ പറയുന്നത്. അല്ല, കുഴപ്പമൊന്നുമില്ല. നമ്മളെ നാളെ ധൈര്യമുള്ളവരെയൊക്കെ ഹാൻഡിൽ കൊണ്ടിരുത്തുന്നത്. ധൈര്യമില്ലാത്തൊരുത്തിനെ കൊണ്ട് എനിക്ക് ഇരുത്താൻ പറ്റുമോ? അതാ ഞാൻ പറയുന്നത്. അപ്പൊ എന്നാ ചെയ്യണ്ടേ? ഓർപ്പിക്കട്ടെ? ഞാൻ ഒരു മിനിറ്റ് മാഷിനെ വിളിക്കാൻ. ഞാൻ എന്റെ വീട്ടിൽ കൂടെ ഒന്ന് ചോദിക്കട്ടെ. ആരോടാ? എന്റെ വീട്ടിൽ കൂടെ ഒന്ന് ചോദിച്ചോട്ടെ. വീട്ടിൽ എന്നാ ചോദിക്കുന്നേ? അല്ല, പിടുത്തമൊന്നും പറയത്തില്ല. ഞാൻ ഇങ്ങനെ 2 പേരുണ്ട്. അപ്പൊ ഞാൻ പോട്ടെ. എനിക്ക് മറ്റന്നാൾ ആലപ്പുഴയുണ്ട് 3 ദിവസത്തേക്ക് അടുപ്പിച്ച്. ആലപ്പുഴയിലൊക്കെ പോവാം. ഈ കുട്ടികളെ ഇറക്കണം. അപ്പൊ ഇവിടുന്ന് എനിക്ക് കറക്റ്റ് ടൈമിന് അങ്ങ് എത്തുമെന്ന് കൂടെ ഒരു പേടിയുണ്ട്. അത്രേ ഉള്ളൂ. ഇവിടുന്ന് കറക്റ്റ് ടൈമിന് അങ്ങ് എത്തുമെന്ന് കൂടെ ഉള്ള പേടിയേ ഉള്ളൂ. ഇവിടുത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഒരു 11 മണിക്ക് ഇവിടുത്തെ പരിപാടി തീരും. 11 മണിയോട് കൂടി ഇവിടുത്തെ പരിപാടി തീരും രാത്രി. അത് കഴിഞ്ഞ് പിന്നെ അവര് പോരുമില്ല. ആലപ്പുഴക്കല്ലേ അവര് പോരുന്നത്. പിന്നെ എന്നോട് ഉറപ്പ് പറ ജീവ. അവിടെ എന്നാ പരിപാടി തുടങ്ങിയെന്ന് നോക്കിയടാ. എന്നാ ഞങ്ങൾ ഇറങ്ങാടാ അവിടെ. അപ്പൊ ഞങ്ങൾ വിളിക്കാട്ടോ. അപ്പൊ കൺഫേം ചെയ്യുവാണേ. ഇറങ്ങ കൺഫേം ചെയ്യുവാണേ. കേക്കാവോ? കേക്കാം, പറഞ്ഞോ. മാഷെ 27-ാം തീയതി നിങ്ങൾ എല്ലാരും ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞിട്ട് 27-ാം തീയതിക്കാര് പറയുക. സോജുന, നയന, കവിത കുഴപ്പമില്ല. കവിത കൺഫേം ചെയ്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. കവിത അമ്പാടി അല്ലേ? പിന്നെ 28-ാം തീയതി വിഷ്ണു, അമ്പാടി മാഷ് 2. പിന്നെ ആരെയാ വിഷ്ണു അവിടെ ഇടാൻ പറഞ്ഞ? പ്രീതി ടീച്ചർ ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 28-ാം തീയതി ഞാനൊരു കാര്യം ചെയ്യട്ടെ. സൂസനെ എങ്ങോട്ട് കേട്ടട്ടെ? 29 കയറ്റി. അല്ല, 28-ന്. 28 ഇപ്പൊ ഞങ്ങള് 4 പേരായില്ലേ? ഇല്ല, ജയശ്രീനെ എന്നാ ഒഴിവാക്കാം. ഓക്കെ. അരുണിമേനെ ഇങ്ങോട്ട് ഇടാം സനികയ്ക്ക് പകരം.
എനിക്ക് മോഹിനിയാട്ടം വലിയ പിടുത്തമില്ല. അയ്യോ അല്ല 28-ന് തിരുവാതിരയാ ടീച്ചറെ, 28-ന് തിരുവാതിര ഗ്രൂപ്പുമാണ്. ഗ്രൂപ്പും ആണോ? എന്നാ 28 ഞാൻ ഓക്കെ ആണ്. ഇതാരാ പറയുന്നത്? പ്രീതി ചിത്ര? അല്ലല്ല, ഞാനല്ല പറഞ്ഞത്. 28 ഞാനാണ്. 28-ാം തീയതി വിഷ്ണുവിന്റെയും അമ്പാടി സാറിന്റെയും കൂടെ ഞാൻ ഇരിക്കാന്നാണ് പറഞ്ഞത്. ഞാനെന്ന് പറഞ്ഞ ആരാ പേര്? അരുണി. ടീച്ചർ. അപ്പൊ അരുണിമ മോഹിനിയാട്ടം അറിയാമോ? മോഹിനിയാട്ടം എനിക്ക് വലിയ പിടുത്തമില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നില്ല 28-ാം തീയതി വിഷ്ണു, അരുണിമ, അമ്പാടി മാഷ്, പ്രീതി ടീച്ചർ 4 പേര് അവിടെ കയറട്ടെ. 29-ാം തീയതി ജ്യോതികയും ജയശ്രീ ചേച്ചിയും സൂസനെ കയറ്റാവോ നോക്കാം. സൂസൻ 26-ന് അവിടെ ഇരിക്കുന്ന എറണാകുളത്ത്. അല്ലെങ്കിൽ പിന്നെ ജയശ്രീ അതെന്നാന്നറിയാ വിഷ്ണു, നമ്മളിങ്ങനെ പിടിക്കുമ്പോഴേ ജയശ്രീ ചേച്ചിനെ വിശ്വസിച്ച് 2 പേരെ അങ്ങോട്ട് കൊടുക്കുമ്പോ നമുക്ക് പണി വന്നെങ്കിൽ എന്നാ ചെയ്യും? നിനക്ക് മനസ്സിലായോ? നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായ കാര്യം? 2 പേര് അവരുടെ കെയർ ഓഫിൽ വന്നിട്ട് നമുക്ക് ഒരാൾ മാത്രം എത്ര ഇരുന്നാലും ചിലപ്പോ ഒരു മറിവോ തിരിവോ നടത്തിയാലോ ജില്ലയാണ്, പൈസയാണ്, ആൾക്കാർ എങ്ങോട്ട് വേണമെങ്കിലും കുത്തി മലക്കം, പേടി, പണം, ആ സ്വാധീനം, ഇതൊക്കെ 3 കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരാ. അതാ ഞാൻ പറയുന്നത് വിഷ്ണു, അതാ ഞാൻ ചോദിക്കുന്നത്. ജ്യോതികയുടെ കൂടെ ഇരിക്കാൻ പറ്റിയ ഒരാള് ജയശ്രീ ടീച്ചറിന്റെ കൂടെ. അങ്ങനെയാണ് സൂസന് മോഹിനിയാട്ടം അറിയാവോ എന്ന് ചോദിച്ചത്. നിങ്ങൾ ഈ ഇത്രയും പേര് ലൈനിലൊന്ന് നിന്നെ. എനിക്ക് മോഹിനിയാട്ടം, അതായത് എനിക്ക് അരുണിമയ്ക്ക് മോഹിനിയാട്ടം വലിയ പിടുത്തമില്ല, അതുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. മറ്റേ ലാസ്റ്റ് ദിവസം മോഹിനിയാട്ടത്തിന് ഇരിക്കാൻ വേറെ ആളെ ജ്യോതികനല്ലേ പറഞ്ഞേക്കുന്നത്? അതെ. ജ്യോതിക്ക് മോഹിനിയാട്ടം അറിയാലോ? അറിയാം. ജ്യോതി ശങ്കരയെ പഠിച്ചേ? അതെ. അപ്പൊ പിന്നെ ശങ്കരയിലെ. അങ്ങനെയാണെങ്കിൽ ജയശ്രീ ചേച്ചിക്ക് മോഹിനിയാട്ടം അറിയാം. സൂസനെ തന്നാ കുഴപ്പമില്ല. ഞാൻ സൂസനോടൊന്ന് ചോദിച്ചു നോക്കട്ടെ. 1 മിനിറ്റ്, കട്ടിയില്ലേ? നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മ്യൂട്ട് ആകാം. പക്ഷെ കട്ടിയല്ലേ? ഹലോ, ഞാൻ മ്യൂട്ട് ചെയ്യുക, എന്റെ വോയിസ് മ്യൂട്ട് ചെയ്യുക. പക്ഷെ കട്ടിയല്ല, ഞാൻ ആ കുട്ടിയോട് മക്കളെ നിങ്ങളെല്ലാരും ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. 28-ാം തീയതി വിഷ്ണുവിന്റെയും കൂടെ ഞാനല്ലോ കേട്ടോ. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് മോഹിനിയാട്ടം വലിയ പിടുത്തമില്ല. അപ്പൊ മോഹിനിയാട്ടത്തിന് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ പണി കിട്ടും. കാരണം എനിക്ക് ഡിഗ്രി മോഹിനിയാട്ടത്തിനില്ല. ഞാൻ കറക്റ്റായിട്ട് ഡേറ്റ് പറഞ്ഞു. ഞാൻ 27-ാം തീയതി ഡേറ്റ് ഞാൻ കറക്റ്റായിട്ട് 27-ാം തീയതി സ്വജന, നയന, പിന്നെ കവിത ഇവര് 27. 28-ാം തീയതി ഞാൻ, അമ്പാടി സാറ്, പ്രീതി ടീച്ചർ, പിന്നെ മറ്റേ ഒരാളും കൂടെ ഉണ്ടെന്ന് അരുണിമ. നമ്മള് 4 പേര് ഒരു വേദി വേണ്ടല്ലോ, 3 പേരിൽ ഒരു വേദി വേണ്ടത്. 3 പേര് ഒരു വേദിയില് ഒരാള് തിരുവാതിര ആവുമ്പോ കേറും. മനസ്സിലായി? ഞാൻ മാറും. ഞാൻ മാറും. തിരുവാതിരക്ക് വേറൊരാള് കയറും. ഞാൻ ഗ്രൂപ്പിനെ ഇരിക്കുന്നു. ഓക്കെ. അപ്പൊ ബാക്കി 3 പേര്, നിങ്ങൾ 3 പേരും കൂടെ ഫോക്കിനും ഗ്രൂപ്പിനും കൂടെ ഇരിക്കുക. ഫോക്കിനും തിരുവാതിരക്കും ഇരിക്കുക. പിന്നെ 29-ാം തീയതി ഇപ്പൊ ജ്യോതിക മാത്രമേ ലൈനിൽ വന്നിട്ടുള്ളൂ. ഇനി ബാക്കി 2 പേരിലായിട്ടാണ് ഇതിന്റെ. അപ്പൊ ഒരെണ്ണം ചിലപ്പോ നമ്മുടെ തിരുവനന്തപുരം ജയശ്രീ ടീച്ചർ ആയിരിക്കും. കേരളാടനം ജയശ്രീ ആയിരിക്കും 29-ന്. അപ്പൊ അതിന് ഒരാളെ കൂടെ വേണമെന്ന് പറഞ്ഞിട്ടാണ് ആ കൊച്ചിനാണ് ഇപ്പൊ മാഷ് സൂസൻ എന്നും പറഞ്ഞുകൊണ്ട് അടിയാൻ നോക്കിയത്. അപ്പൊ നമ്മുടെ നേരത്തെ മറ്റേ കൊച്ചിനല്ല അടിയത്. അപ്പൊ ആ കൊച്ചില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിന് അടിയുന്നത്. ഒരാൾക്ക് ഒരു ദിവസം ഇരിക്കാൻ പറ്റത്തുള്ളൂ. ഇതിനകത്ത് ഇപ്പൊ എറണാകുളത്ത് ആർക്കൊക്കെ വിളി വന്ന് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എന്നോട്. പക്ഷെ നമുക്ക് 28-ാം തീയതി ഞാനിപ്പോ ബ്ലോക്ക് ചെയ്യാതല്ല. എനിക്ക് എറണാകുളം വന്നായിരുന്നു, പക്ഷെ ഞാനത് ബ്ലോക്ക് ചെയ്തു. 27-ന് ഇപ്പൊ എറണാകുളം സോജിനൊക്കെ മാത്രമേ വന്നിട്ടുള്ളൂ. 28 മാത്രമേ വന്നിട്ടുള്ളല്ലേ? അപ്പൊ ജ്യോതിയെ കൂടെ ചിലപ്പോ വിളി വരാൻ ചാൻസ് ഉണ്ട് 28. അപ്പൊ വേറെ ബാക്കിയുള്ളവരുടെ വന്നിട്ടില്ലെങ്കിൽ വിളി കുറവായിരിക്കും. ഇത് തന്നെ മലപ്പുറം വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. മലപ്പുറം കഴിഞ്ഞില്ല. ഇല്ല. മലപ്പുറം സബ് ജില്ലക്ക് തന്നെ വിളിച്ചായിരുന്നു. മലപ്പുറത്ത് സബ് ജില്ല കഴിഞ്ഞിട്ടില്ല. 22, 23 എന്താ മാറിപ്പോയത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പോകാൻ. അല്ല മലപ്പുറത്ത് ഇപ്പൊ പോകണ്ടേ ഞാൻ.
ജില്ല വന്നിട്ടില്ല. മലപ്പുറം ജില്ല ജില്ല വന്നില്ല. ഞാൻ ജില്ല സബ് ജില്ല പറഞ്ഞാൽ ജില്ല ആയിരിക്കണം. ജില്ല ഇപ്പൊ നിലവിൽ എനിക്ക് തോന്നുന്നു കോഴിക്കോട് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. കണ്ണൂർ കഴിഞ്ഞില്ലേ? കണ്ണൂര് നടക്കണ്ടായിരുന്നല്ലോ കണ്ണൂര്. കണ്ണൂര് കഴിഞ്ഞു, കോഴിക്കോടും കഴിഞ്ഞു അല്ലേ? കോഴിക്കോടും കഴിഞ്ഞു. വേറെ ഒന്നും ആയിട്ടില്ല. ഇതാവുമ്പോ എനിക്ക് ട്രിവാൻഡ്രത്തും എറണാകുളവും എന്റെ പോയിട്ടുണ്ട്. വിളിച്ചിട്ടില്ല എതിരായിട്ടും. ഇപ്പൊ വിളിച്ചിരിക്കും നിങ്ങൾ മാത്രമാണ്. ഇപ്പൊ 28 ഞാൻ ബ്ലോക്ക് ചെയ്തേക്കാം കേട്ടോ. 28 ഞാൻ കാണില്ലെന്ന് പറഞ്ഞേക്കോട്. 28 നമ്മൾ എത്തണം. 27-ാം തീയതി തന്നെ പോകണമല്ലോ നമ്മള്. 27-ാം തീയതി രാത്രി രാവിലെ തന്നെ പുറപ്പെടണമെങ്കിൽ ആ ഒരു വൈകുന്നേരം അവിടെ എത്തത്തുള്ളൂ. അത് നമുക്കിപ്പോ നമുക്ക് 3 പേർക്കും കൂടെ ഒരു വണ്ടി അറേഞ്ച് ചെയ്തിട്ട് പോവാൻ പറ്റും. നമുക്ക് അതിൽ തന്നെ നമ്മള് 3 പേരുണ്ടല്ലോ. അങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് പോകാം, കുഴപ്പമൊന്നുമില്ല. അരുണിമയോ? അതെ 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 അരുണിമ. അരുണിമയാണോ സംസാരിക്കുന്നത് ഇപ്പം? അതെ അതെ ഞാൻ അരുണിമ. എന്റെ വീട് പത്തനംതിട്ട. ഞാനിവിടെ തിരുവല്ല. തിരുവല്ലയാണല്ലേ? ഞാൻ പത്തനംതിട്ട പന്തളം, പ്രോപ്പർ പന്തളം. വിഷ്ണു നമ്മുടെ അടുത്ത ഏരിയ തന്നെയാണ്. വേറെ ജില്ലക്ക് വന്നില്ലേ? നമുക്ക് ഇപ്പൊ സൂസൻ കിട്ടിയില്ലെങ്കിൽ മോഹിനിയാട്ടത്തിന് അടിയാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ കയ്യില്? മോഹിനിയാട്ട പത്തനംതിട്ട ഒരാളുണ്ട് നമ്മുടെ ഇവിടെ. ഇവിടെ വരുന്നതാണ് ശ്രീലക്ഷ്മിനെ അറിയത്തില്ല? ശ്രീലക്ഷ്മി അതെ, അവിടെ കാലടി പഠിച്ച. കാലടി പഠിച്ച. നമുക്ക് മോഹിനിയാട്ടമാണ് പ്രശ്നം. മോഹിനിയാട്ടം അറിയത്തില്ലെന്നാ പറയുന്നത്. അമ്പാടി മാഷി ഇപ്പൊ ആരാണ്ട് നോക്കാന്ന് പറഞ്ഞു മോഹിനിയാട്ടത്തിന്. ശ്രീലക്ഷ്മി നോക്കാം. ഒരു പത്തനംതിട്ടക്കാരി ഉണ്ട് ശ്രീലക്ഷ്മി. നോക്കട്ടെ, പറയട്ടെ അവളോട്. പക്ഷെ നമുക്ക് പറയുന്നത് ചെയ്യുന്നവളുമാരല്ല. പറയുന്നവള് ചെയ്യും. കഴിഞ്ഞ ദിവസം പാലക്കാടിനോട് ചെന്നേ അവള് പറയുന്നവള് ചെയ്തോളും. ഈ പ്രീതി ടീച്ചർ ആ ഗ്രൂപ്പിൽ നിന്ന് മോഹിനിയാട്ടത്തിന് ടീച്ചറിനും അറിയത്തില്ലല്ലേ? പക്ഷെ കേരളം നിന്നൊക്കെ കലാശമൊക്കെ 2 പേർക്ക് അറിയാവുന്ന പറഞ്ഞല്ലേ. 3ാമത് ഡെമ്മി ഇരുന്നോട്ടെ. അതിനെന്താ? ഈ 3ാമത് ഈ സൂസൻ ഇരുന്നാ മതിയായിരുന്നു. അവളെ എന്റെ ശിഷ്യത്തെ ഓക്കെ. ഡമ്മി പറഞ്ഞാൽ 2 പേർക്ക് അറിയാമല്ലോ കാര്യങ്ങൾ. 3ാമത്തെ ആളെ ഡമ്മി ആയിട്ട് ഇരിക്കട്ടെ. അതിനെന്താ? ഓക്കെ ആണോ സൂസനെ? ഇരിക്കാവോ? അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അടുത്ത ദിവസം കൂടെ ഈ അമ്പാടി സാറിനെ കണക്ട് ചെയ്ത് ഇരുത്താൻ പറ്റത്തില്ലേ? മാഷ വേണ്ട, അത് വേണ്ട. ഒരു ദിവസം ഇരിക്കാൻ ദിവസം മതി. നമുക്ക് റെസ്യൂമെ തിരുത്താൻ പാടാണോ? അല്ല, ഒരു മിനിറ്റ്. റെസ്യൂമെ തിരുത്താൻ പാടാണോ? മോഹിനിയാട്ടം പഠിച്ചിട്ടുണ്ടെന്ന് പറയത്തില്ലേ? അപ്പൊ അത് പോരെ അമ്പാടി മാഷേ? വേറൊരു കുട്ടീനെ ഫോണിൽ കണക്ട് ചെയ്തൊക്കെ വേറൊരു ഫോണില്. അതാ ഞാൻ പറയുന്നേ. മോഹിനിയാട്ടം പഠിച്ചിട്ടുണ്ട്, മോഹിനിയാട്ടം അറിയാന്ന് പറഞ്ഞാൽ അത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ MFA ആണ്, ഭരതനാട്യമാണ്. സബ്ബാട്ട് പഠിച്ചത് പറയുന്നേ മോഹിനിയാട്ടം. അതിനെന്താ? സബ്ബായിട്ട് മോഹിനിയാട്ടം പഠിച്ചിട്ടുണ്ടെന്ന് പറയാൻ. പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ സബ് മോഹിനിയാട്ടം ആയിരുന്നു. അതിനെന്താ? ഇപ്പൊ ഭരതനാട്യം പഠിക്കുന്ന കുച്ചിപ്പുടിയല്ലേ സബ് പഠിക്കുന്നത്? അതിനെന്താ? 7 വിഷയമാണ് എടുത്ത് പഠിക്കാമല്ലോ. സൂസന് അങ്ങനെയാണെങ്കിൽ 29-ന് കൊടുക്കട്ടെ എന്റെ ബയോഡാറ്റ. അല്ല, എനിക്ക് മോഹിനിയാട്ടം അറിയാന്ന് കൊടുത്തിട്ടില്ലേ? അതിപ്പോ നമ്മൾ അവിടെ ചെല്ലുമ്പോ നമ്മൾ എഴുതി കൊടുക്കുന്നതല്ലേ? അവിടെ ബയോഡാറ്റ വേറെ നമ്മൾ എഴുതി കൊടുക്കുന്നതല്ലേ മാഷെ? അരുണിമ 29 ഇരിക്കാവോ? അരുണിമ അങ്ങനെയാണെങ്കിൽ എനിക്ക് മോഹിനിയാട്ടം ഒറ്റപ്പെടുത്തുമില്ല. എന്റെ സബ് കുച്ചിപ്പുടിയായിരുന്നു. എനിക്ക് മോഹിനിയാട്ടം ഒരു പിടുത്തവും ഇല്ല. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷെ വേറൊരു കാര്യം. എന്തോ? നന്ദന ഇരിക്കുവോ? നന്ദന ഇരിക്കൂല. നന്ദനക്ക് എറണാകുളം ഉണ്ട്. അല്ല, വന്നിട്ടില്ല. അവള് വിളി വന്നിട്ടില്ല. എന്നോട് പറഞ്ഞു. ആണോ? നന്ദന ഇരിക്കാൻ ചാൻസ് ഭയങ്കര കുറവാണ്. ഉള്ള ആറ്റം ബോംബുകളൊന്നും എനിക്ക് വേണ്ട. പറയുന്നത് കേൾക്കുന്നവള് മാത്രം മതി. അതെ, എന്ത് തല പോയാലും അതാണ് പറഞ്ഞാൽ കേൾക്കുന്നതായിരിക്കണം. നിങ്ങൾ ഇന്ന് കോഴിക്കോടത്തെ റിസൾട്ട് കണ്ടു. ഇന്ന് ഗ്രൂപ്പിന് ഏറ്റവും ടോപ്പായിട്ട് കളിച്ചതിന് 4ാം സ്ഥാനം. അത് നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞു?
നീ ഒന്ന് നീ വന്ന് ഇരിക്കും, കുഴപ്പമില്ല. എടാ അന്ന് വിഷ്ണു ഒരു കാര്യം ചെയ്ത സൂസനെ തന്നെ ഇടാന്നേ, കുഴപ്പമൊന്നുമില്ല. കണ്ട മൂന്നേട്ടക്കാരിയെ പോലെയൊക്കെ ഇരിക്കും, വടയൊക്കെ കെട്ടി വിടാൻ. എല്ലാം അറിയാം, എല്ലാം തികഞ്ഞാന്നോ ഇരുന്നാ മതി, കുഴപ്പമില്ല. നിനക്ക് സൂസന് 26-നല്ലേ എറണാകുളത്തെ? 27-ഉം 28-ഉം റെസ്റ്റ് ചെയ്യുക മോള്. 28-ാം തീയതി രാത്രി അങ്ങോട്ട് വന്നാൽ മതി കഞ്ഞിക്കുഴിക്ക്. ഇവര് കണക്ട് ചെയ്യോ എന്തെങ്കിലും ചെയ്തോളൂ. കഞ്ഞിക്കുഴി ഇടുക്കി, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ എന്നാ സൂസനെ കേട്ട പെണ്ണുങ്ങളാണ് പ്രശ്നം സാറേ, ഇവളൊക്കെ ഇവളുമാരൊക്കെ പന്തങ്ങൾ നമ്മളെല്ലാം ഏതൊരു കലോത്സവത്തിന് പോയാലും ആദ്യം എന്നെ പിടിക്കാൻ പറ്റും. അതാ അപ്പുറത്ത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പിള്ളേര് SFI പിള്ളേര് വന്ന് നമിച്ചിട്ട് പോയി. കാരണം 104 കുച്ചിപ്പൊടി വന്നത്. ഞാൻ അങ്ങോട്ട് 25 കൊടുത്തു. 6 ഫസ്റ്റ് 9 സെക്കൻഡും ഇത്ര ഐറ്റങ്ങൾ വെച്ച് കൊടുത്തപ്പോൾ യൂണിവേഴ്സിറ്റിയിലെ SFI പയ്യന്മാര് വന്ന് പറഞ്ഞ് ഞങ്ങളുടെ യൂട്യൂബ് പെണ്ണിനൊക്കെ A ഗ്രേഡ് കിട്ടി, പിന്നെ പ്രൈസ് വന്ന് മാഷെ. കാരണം അവിടെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് മാത്രമല്ലേ ഉള്ളൂ. ഈ 104 എത്തി നമ്മൾ എങ്ങനെ മാഷെ പ്രൈസ് കൊടുക്കാം? കണ്ടോരില്ലാതെ വരാൻ പറ്റും. പിടിക്കാത്തതും എല്ലാം കൂടെ തിരിഞ്ഞു വരാം. അതുകൊണ്ട് പിള്ളേര് കസേരയോടെ തന്നെ എടുത്തു പൊക്കി ആനന്ദിപ്പിക്കുമായിരുന്നു കൊല്ലത്ത് നടന്നപ്പോ. അതുകൊണ്ട് നമ്മൾ അങ്ങനെ നോക്കട്ടെ. ആർക്കും ഒരു മൈൻഡ് ഇല്ലാത്ത ഞാനിപ്പം നിങ്ങൾക്ക് ഇട്ടേക്കുന്നതാണെങ്കിലും തലേ ദിവസം ഇരിക്കുന്നതാണ്, പിറ്റേ ദിവസം ഇരിക്കുന്നില്ല. പിറ്റേ ദിവസം ഇരിക്കുന്ന അതിന്റെ ഈ കണ്ടിന്യൂ 3 ദിവസവും ഒരേ മുഖം കാണുമ്പോഴാണ് അടി തരാൻ വരുന്നത്. ഒറ്റ ദിവസം വന്നിരുന്ന് അടുത്ത ജില്ലക്ക് പൊക്കോന്നേ നിങ്ങള്. ലോറി വിളിച്ചു അടുത്ത ജില്ലക്ക് പൊക്കോ. മാളവിയൊക്കെ അവിടെ പോയി ഇരുന്ന് കേട്ടോട്ടെ, നീ പറഞ്ഞ കേക്ക്. ഇല്ലില്ല ഞാൻ പറയാം. നിന്റെ കുറച്ച് കഴിയുമ്പോ അവളെയും നിന്നെയും കൂടി കോൺഫറൻസ് ചെയ്യാട്ടോ വേറെ നമ്പറിന്നേ. ഇത് ഈ നമ്പർ നോട്ട് ചെയ്ത് വെച്ചോ. എന്നാ ഞാൻ കട്ട് ചെയ്തോ. വിഷ്ണു നീ കട്ട് ചെയ്യില്ലേ വിഷ്ണു? അപ്പൊ ഹലോ വിഷ്ണു, ഇതിനകത്ത് ഇപ്പൊ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് 27-ാം തീയതി ഇരിക്കുന്ന ആരൊക്കെയുണ്ട്? 27-ാം തീയതി സോജനയുണ്ട്, ഇതിനകത്ത് നയനയുണ്ട്, പിന്നെ ആരാ സോജന? ഒരാള് കവിത. കുഴപ്പമില്ല, കണ്ണൂരത്തെ കവിതയല്ലേ, അമ്പാടിയുടെ. അത് കുഴപ്പമില്ല. 28-ാം തീയതി അരുണിമ, അമ്പാടി ആൻഡ് പ്രീതി. അമ്പാടി മാഷും പ്രീതി ടീച്ചറും കൂടി പേരിട്ടുണ്ട്. 28. 29-ാം തീയതി ജ്യോതിക, സൂസൻ, ജയശ്രീ അല്ലേ പേര്? വിഷ്ണു നീ ഒരു കാര്യം എന്നെ മാഷേ ട്രിവാൻഡ്രം ജയശ്രീയാണോ? കുഴപ്പമുണ്ടോ? ഒന്നും പേടിക്കണ്ട, ഒന്നും പേടിക്കണ്ട. പക്ഷെ ഒരു കാര്യം ജ്യോതിക നടുക്കിരുത്തിയേക്കണം പുള്ളിക്കാരത്തിനെ. നടുക്കിരുത്തിക്കോണം, നടുക്കിരുത്തിക്കോണം. പ്രായമുണ്ട്, 50 തികഞ്ഞ് 50 കവിഞ്ഞ ആൾക്കാരാണ്. ഒന്നും പേടിക്കാം. ഞാൻ ആലപ്പുഴ പൊടി പൊട്ടൊക്കെ ഇട്ടിട്ട് പോയ ആളാ. ഒന്നും പേടിക്കണ്ട. അല്ലാതെ പുള്ളിക്കാരന് പരിപാടി കഴിയുമ്പോൾ എന്തായാലും നിങ്ങൾ ചോദിക്കണത് എന്ന് പറഞ്ഞു ചോദിച്ചാൽ ആ ഡയലോഗാ. അത് തന്നെ. ഒന്നും പേടിക്കണ്ട. നമ്മൾ ഇതിനകത്ത് വിഷ്ണു എനിക്ക് വേഗം ഇപ്പൊ എഴുതിയേക്കുന്ന പോലെ പേപ്പറിൽ ഒന്ന് സെറ്റ് ചെയ്തൊന്ന് എഴുതിട്ടാ ഞാൻ ഇവളുടെ സൂസന്റെ ബയോഡാറ്റ തരാം. ഇനി ഒരു മനുഷ്യര് പോലും ലീക്ക് ആകരുത്. നാളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നാളെ DD ഓഫീസിനെ വിളിക്കും. ആരുടെ കെയറിലാണ് ജഡ്ജ്മെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ JP സാറ് വിളിച്ചതാണെന്ന് പറയുന്നത്. ജയപ്രകാശിന്റെ JP സാറ് വിളിച്ചതാണ് എന്ന് പറയുക. എന്റെ പേര് കുമാർ എന്നുള്ള കൂന്നൊരു അക്ഷരം പോലും പറഞ്ഞേക്കരുത്. അതെ, ഇല്ല മാഷേ, നമുക്കറിയാലോ മാഷേ, അതൊക്കെ അറിയാം. ഇപ്പൊ ഒരു കിളി പോയതിനോട് സംസാരിച്ചതേ ഉള്ളൂ ഞങ്ങൾ. അതുകൊണ്ട് അതിപ്പോ വന്നത്. അത് നോക്കിക്കോണേ, അതിനെ സൂക്ഷിച്ചോണേ. ജ്യോതിക അല്ല ജ്യോതിക, സനികനെ ഒന്ന് നോക്കിക്കോണം, നോട്ട് പോയിന്റ് ആക്കിക്കോണം. കേട്ടോ? എല്ലാരും കേട്ടോ? ഞാൻ കട്ട് ചെയ്തോട്ടെ?